Morning all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്താണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ദെൻ നമ്മൾ അതിന്റെ 3 എത്തിക്കൽ ആയിട്ടുള്ളതും ലീഗൽ ആയിട്ടുള്ളതും പർപ്പസുകളാണ് നോക്കിയത് അല്ലെ. ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ക്ലാസ് മിസ്സായിട്ടുള്ളവര് റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. അപ്പോഴത്തേക്കും പറയാൻ ഇടയ്ക്കിടയ്ക്ക്. കാരണം നമ്മൾ ഒത്തിരി നിങ്ങൾ ഫോട്ടോ ചെയ്തത് വായിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾ വായിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, അപ്പോ ഏതെങ്കിലും ക്ലാസ് ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. ദെൻ എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് മീനിങ് ഒക്കെ മനസ്സിലാവും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. Why is informed consent important in healthcare? ഒരു ഇൻഫോംഡ് കൺസെന്റ് ഒരു ഹെൽത്ത് കെയറിൽ ഇമ്പോർട്ടന്റ്. അതിന്റെ ആവശ്യകത എന്താണെന്ന് അല്ലെ നമ്മൾ പറഞ്ഞു. ഒരു കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. സോ എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇനി പറയുന്നത്. ദെൻ നോക്കാം കേട്ടോ. Informed consent creates trust between doctor and patient by ensuring good understanding. Underline ചെയ്യാം. Informed consent ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഒരു വിശ്വാസമാണ് അല്ലെ. അതൊക്കെ തമ്മിൽ ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് ബൈ എൻഷുറിംഗ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു വിശ്വാസമാണ് ശരിക്കും ഒരു ഇൻഫോംഡ് കൺസെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വിശ്വാസമാണ് ഒരു തരത്തില് അല്ലെ. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറിനാണ് നമുക്ക് എന്തെല്ലാം എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റ്സ് ആയിട്ടുണ്ടെങ്കിലും റിസ്കുകളും എല്ലാം നമ്മൾ ആ ഒരു ഡോക്ടറുടെ വിശ്വാസത്തിലാണ് അല്ലെ. നമ്മൾ പറയും നമ്മൾ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ദൈവ തുല്യമാണെന്ന് നമ്മൾ പറയും അല്ലെ. പല സിറ്റുവേഷൻസിലും നമുക്ക് പറയാൻ പറ്റും ഇല്ലേ, ഒരു ദൈവത്തിന് തുല്യമാണ് അല്ലെ. അവരുടെ കരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ എന്ന് നമ്മൾ പറയും. സോ ഒരു പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു വിശ്വാസമാണ് നമ്മൾ ഒരു കൺസെന്റ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ ഫസ്റ്റ് സെന്റൻസ്. Then it also reduces the risk for both patient and doctor. ഈ കൺസെന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനായാലും ഡോക്ടേഴ്സിനായാലും റിസ്ക് ഒഴിവാക്കുന്നു, റിസ്ക് കുറയ്ക്കുന്നു. കാരണം എന്താണ് റിസ്ക് കുറയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബെനിഫിറ്റ്സ് ആയാലും അല്ലെങ്കിൽ നമ്മളതിന്റെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൺസെന്റിൽ സൈൻ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഡോക്ടർ അറിയാതെയോ പേഷ്യന്റ് അറിയാതെയല്ലോ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. സോ അതിനാൽ നമ്മൾ രണ്ടുപേരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് കീഴിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സർജറി ആയാലും ട്രീറ്റ്മെന്റ്സ് ആയാലും ചെയ്യുന്നത്. With excellent communication about risk and options, patients can make choices which are best for them and physician faces less risk of legal action. അതുകൊണ്ട് എന്താണ് രോഗിക്ക് അപകട സാധ്യതകളെ കുറിച്ചിട്ടുള്ള ഒരു ആശയവിനിമയം ഡോക്ടേഴ്സ് നടത്തുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ സർജറി ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ സർജറി ചെയ്ത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ റിസ്ക് അങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നു. ദെൻ അതിലൂടെയാണ് മികച്ചൊരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പേഷ്യന്റിന് സർജറി വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു അപകട സാധ്യതകളെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് പേഷ്യൻസും വൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഏറ്റവും നല്ലൊരു മികച്ച ഓപ്ഷനാണ് ഡോക്ടർ തിരഞ്ഞെടുക്കുന്നത്. സോ ഡോക്ടർക്ക് അധികം റിസ്കുകളും കാര്യങ്ങളും വരുന്നില്ല, ലീഗൽ ആയിട്ടുള്ളതോ റിയാക്ഷനുകൾ വരുന്നില്ല. കാരണം എന്താണ്, ഡോക്ടർ പൂർണ്ണമായിട്ടുള്ള രോഗിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡോക്ടർ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. No one can guarantee positive outcomes in healthcare settings, but informed consent at least ensure patients understand the risk they undertake with the treatment. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. No one can guarantee positive outcomes in healthcare settings. അല്ലെ, ഇപ്പൊ ഒരു ഡോക്ടർക്കാണെങ്കിലും ആർക്കും ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിന്റെ കാര്യം നമുക്ക് എന്താണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ സർജറി പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കുക. അത് ഡോക്ടറുടെ കുറ്റം കൊണ്ടാണോ?
ഡോക്ടറുടെ കുറ്റം കൊണ്ടാണോ? അല്ല. അല്ലെ, ഇപ്പൊ നമ്മള് ചില റയർ ആയിട്ടുള്ള കേസുകളൊക്കെ കേൾക്കാറുണ്ട്. ഇതുപോലെ സർജറി ടൈമിൽ ചിലപ്പോൾ പേഷ്യന്റിന് ചിലപ്പോൾ അറ്റാക്ക് സംഭവിക്കുക, അങ്ങനെയുള്ള പല റീസൺസും അല്ല, നമ്മൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. അത് ഡോക്ടറിന്റെ കുഴപ്പമാണോ? ആണോ? അല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലേ? So, but informed consent at least ensure patients understand the risk they undertake with the treatment. പക്ഷെ ഒരു ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ പേഷ്യന്റിന് ഇങ്ങനെ റിസ്കുകൾ സംഭവിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ? ഇങ്ങനെ ഒരു കൺസെന്റ് ഒന്നും ഇല്ല എങ്കിൽ ഓക്കെ സർജറി ചെയ്തോളൂ എന്ന് നമ്മൾ പറയും. പക്ഷെ ഇൻഫോംഡ് കൺസെന്റിൽ നമ്മൾ പറഞ്ഞു പ്രത്യേക ബെനിഫിറ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറില് പേഷ്യന്റിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ, നമ്മുടെ സർജറി ടൈമിൽ അറ്റ് ദ ടൈം ഓഫ് സർജറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോംഡ് കൺസെന്റിൽ പറയുന്നുണ്ട്. സോ അതിനാൽ നമുക്ക് റിസ്കുകൾ എന്ത് ചെയ്യാം, പരമാവധി കുറയ്ക്കാവുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ലോ. ഒരു നിയമത്തിന്റെ കീഴിലായിട്ടുണ്ടെങ്കിൽ റിസ്കുകളൊന്നും വരുന്നില്ല, പ്രശ്നങ്ങളൊന്നും പിന്നീട് വരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ കൺസെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. When patient agree to a treatment, they must sign paperwork indicating they understand risk and agreeing doctors can take specific life-saving measures if needed. നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അല്ലെ? അപ്പൊ ഒരു രോഗി ചികിത്സയ്ക്ക് സമ്മതിക്കുകയാണെങ്കിൽ, സർജറി നമുക്ക് ചെയ്യാം എന്ന് സമ്മതിക്കുകയാണെങ്കിൽ പേഷ്യന്റ് എല്ലാം ബൈസ്റ്റാൻഡർ എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഡോക്ടർ ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ നടപടികൾ മാക്സിമം ഡോക്ടറിന്റെ അല്ലെ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോക്ടർ മാക്സിമം അവരുടെ ഭാഗത്ത് നിന്ന് പരിശ്രമിക്കും. അല്ലെ? ഇപ്പൊ ട്രീറ്റ്മെന്റിലാണെങ്കിലും സർജറിയുടെ കാര്യത്തിലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഡോക്ടേഴ്സും നഴ്സിംഗും നഴ്സസും ഹെൽത്ത് കെയർ ടീമും മാക്സിമം അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ പേഷ്യന്റിന് കൊടുക്കുന്നത്. ദെൻ സ്വാഭാവികമായിട്ടും ചിലപ്പോ അത്തരത്തില് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള കേസുകൾ സംഭവിക്കാം. പക്ഷെ അത് ഡോക്ടേഴ്സിന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ലേ? മേ ബി അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ചില സന്ദർഭങ്ങളിൽ. ഓക്കെ. Then to work effectively, informed consent must allow patient to make the decision suitable for them. അല്ലെ? പേഷ്യന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ഇപ്പൊ ഇങ്ങനെ റിസ്കുകളൊക്കെ പറയണമെങ്കിൽ നമുക്ക് താല്പര്യമില്ല, ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജറി വേണ്ട അല്ലെ എന്നുള്ളൊരു തീരുമാനം നമുക്ക് പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറിൽ എടുക്കാം. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് സർജറി ചെയ്യാന്നൊക്കെ പറയുന്നത്. അനസ്തേഷ്യ കൊടുക്കാനായാലും അതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെക്കാം. ഇതൊക്കെ നമ്മുടെ ഡിസിഷൻ ആണ്. This means medical professionals must offer enough information to patients to enable them to make a choice and provide enough time. അതിനാണ് ടൈം കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടെല്ലാം വരുന്നത് ടൈം കൊടുക്കുന്ന നേരത്തെ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫാമിലീസ് ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് മാത്രം തീരുമാനമെടുത്താൽ മതി. When possible, patient does not feel pursued, pain medication and some medical conditions can affect judgment and understanding. So doctors must consider these factors when they seeking consent from a patient. So നമ്മൾ ഒരു പേഷ്യന്റിന് നമ്മൾ കൺസെന്റ് ഫോം കൊടുക്കുമ്പോൾ ഡോക്ടർ മെയിൻ ആയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കണമെന്നാണ്. പെയിൻ മെഡിക്കേഷൻസ്, അതുപോലെ ഉണ്ടാകുന്ന പെയിൻസ്, വേദനകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കര വേദനയുള്ള ബുദ്ധിമുട്ടുള്ള സർജറി ആണോ, ദെൻ മെഡിക്കേഷൻസ്, മെഡിസിൻസ് എത്ര നാൾ കഴിക്കണം, ദെൻ ആ രോഗിയുടെ ഉണ്ടാകാൻ പോകുന്ന മെഡിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഒരു ഡോക്ടർ കൺസെന്റ് ഫോം കൊടുക്കുമ്പോൾ പേഷ്യന്റിനായാലും പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനാണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. ദെൻ അവര് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് ടൈം എടുത്ത് ചിലപ്പോൾ അവരുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. നമുക്ക് ഈ ട്രീറ്റ്മെന്റ് വേണോ, ചെയ്യണോ, സർജറി ചെയ്യണോ എന്നൊക്കെയുള്ളത് അവരുടെ ആ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ഇൻഫോർമഡ് കൺസെന്റിൽ പറയുന്നത്. ഇമ്പോർട്ടൻസ്, ആവശ്യകത പറയുന്നത്. മെയിൻ ആയിട്ട് ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ തീരുമാനമാണ് അല്ലെ. അല്ലാതെ ഒരു ഡോക്ടർ മാക്സിമം അതിന്റെ വശങ്ങൾ, നല്ല വശങ്ങളായാലും അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നിട്ട് പേഷ്യന്റിന്റെ ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് വേണോ അല്ലെങ്കിൽ സർജറി വേണമോ എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നാണ്. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് sentence underline ചെയ്യാ. Informed consent create trust between doctor and the patient by ensuring good understanding. അത് underline ചെയ്യാ. Then
Then അടുത്ത ലൈനും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ റിസ്ക് ഫോർ ബോത്ത് പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫോംഡ് കൺസെന്റ് ഓൾസോ റെഡ്യൂസ്, അല്ലെങ്കിൽ ഇൻഫോംഡ് കൺസെന്റ് റെഡ്യൂസ് ദ റിസ്ക് ഫോർ ബോത്ത് പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത ഓർത്തിരിക്കുക. ബാക്കി വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ പാരഗ്രാഫായിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കി മനസ്സിലാക്കാം. ഓക്കെ, ഓരോ പോയിന്റ് മനസ്സിലാക്കി നിങ്ങൾ വായിക്കാം. ക്ലിയർ ആണോ? പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ദെൻ ഇത് ഈ ഒരു രീതിയിൽ നമുക്കത് പോയിന്റ് വൈസ് അല്ലാതെ മിക്കതും എല്ലാം പാരഗ്രാഫ് വൈസ് ആണ്. സോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ അതിന് ഷോർട്ട് ആക്കി പറയുന്നത്. ഇത് ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. അല്ല, ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി കാണാം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാവുന്നില്ല എങ്കിലും പറയുക കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്ത് തരുന്ന ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ച് നിങ്ങൾ സ്വയം മനസ്സിലാക്കി പോകാം. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? അണ്ടർലൈൻ ചെയ്തല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ. നോക്കാം, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയില്. പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? പബ്ലിക് റിലേഷൻ ഒരു വലിയൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ? ഏകദേശം അതുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി ഞാൻ അത്ര എന്താ പറയാ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ. The high cost of services at hospitals, the combination between public services institution and private sector, raising the awareness of the public on diseases, demand concentration on public relation services heavily. എന്താണ് പറയുന്നത്? ഹൈ കോസ്റ്റ് ഓഫ് സർവീസസ് ടു ഹോസ്പിറ്റൽസ്, അല്ലെ? ഹോസ്പിറ്റലുകളുടെ സേവനങ്ങളുടെ ചിലവുകളെ കുറിച്ചും, then in competition between public service and private sector, public services private sector തമ്മിലുള്ള മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ്, raising the awareness of public on diseases, അതായത് പൊതുജനങ്ങളിൽ പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്തുക. ഇതെല്ലാം ഒരു പബ്ലിക് റിലേഷൻ സർവീസസ് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണെന്ന്, അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു ഹൈ കോസ്റ്റ് ചിലവുകളും കാര്യങ്ങളും നമ്മൾ പബ്ലിക് റിലേഷൻസിൽ പഠിച്ചില്ലേ? എന്താണ് പഠിച്ചത്? പബ്ലിക് റിലേഷൻസില് മാധ്യമങ്ങൾ വഴിയും പ്രസ് റിലീസ് വഴിയും, അല്ലെ? ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും പബ്ലിക് റിലേഷൻ വഴി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, അല്ലെ? ഹോസ്പിറ്റലിന്റെ ആ ഒരു പേര്, ഹോസ്പിറ്റലിന്റെ പേര് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അവിടുത്തെ സേവനങ്ങള് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? പഠിച്ചില്ലേ നമ്മൾ പബ്ലിക് റിലേഷനെ കുറിച്ച്? മാസ് മീഡിയ തുടങ്ങിയവയിലൂടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Then public relations includes the users and peer groups outlook, which is molded by factors like satisfaction in terms of services provided and attitudes of hospital personnel. Underline ചെയ്യാട്ടോ. Public relation തുടങ്ങി hospital personnel വരെ underline ചെയ്യാം. നോക്കാം, അണ്ടർലൈൻ ചെയ്ത ഭാഗം വായിക്കാം കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻക്ലൂഡ് യൂസേഴ്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ്. പബ്ലിക് റിലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് യൂസേഴ്സ് മീൻസ് ഉപഭോക്താക്കൾ ഉണ്ടല്ലോ, അവിടേക്ക് വരുന്ന ഉപഭോക്താക്കളെയും പിയർ ഗ്രൂപ്പ്സുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഔട്ട്ലുക്ക് വിച്ച് ഈസ് മോൾഡഡ് ബൈ, അതായത് ഒരു പബ്ലിക് റിലേഷൻ മോൾഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് വഴിയാണ്?
satisfaction in terms of services provided. അല്ലേ? പബ്ലിക് റിലേഷൻ നൽകുന്ന സേവനങ്ങളുടെ കാര്യത്തിലോ അതോടൊപ്പം തന്നെ attitude of hospital personnel, ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ മനോഭാവത്തിലുമുള്ള സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെ? നമ്മൾ ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകളിലെ പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ മറ്റ് എന്താണ് അവർ കൊടുക്കുന്ന പിയർ ഗ്രൂപ്പ്സ് ഉദ്ദേശിക്കുന്നത്. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ പിയർ ഗ്രൂപ്പ്സുകൾ ഉണ്ട്. പിയർ ഗ്രൂപ്പ്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാസ് മീഡിയ വരാം, അങ്ങനെ പലതരത്തിലുള്ള നമ്മള് പബ്ലിക് റിലേഷൻസിൽ പഠിച്ചില്ലേ, ഡിഫറെന്റ് ചാനൽസ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ ഒരു സെന്റൻസ് ഓർക്കുന്നുണ്ടോ? ആർക്കും ഓർമ്മയില്ല. ഡിഫറെന്റ് ചാനൽസിലൂടെ നമുക്ക് എന്താണ് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അത് കൂട്ടാമെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഇതുപോലെയുള്ള പല രീതിയിലും നമുക്ക് പിയർ ഗ്രൂപ്പ്സുകൾ ഉണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് വരാം, അല്ലെങ്കിൽ പല പല മാസ് മീഡിയകൾ വരാം, അല്ലെ? അതുപോലെ നമ്മൾ ക്യാമ്പ് അവയർനെസ്, അങ്ങനെ വരുന്ന പല പല ഗ്രൂപ്പ്സുകളായിട്ട് നമുക്ക് പബ്ലിക് റിലേഷന്റെ വർക്കിൽ ഇൻക്ലൂഡഡ് ആണെന്ന്. ഓക്കെ, ഇത് ജസ്റ്റ് പിയർ ഗ്രൂപ്പ്സ് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് മാത്രമാണ് കേട്ടോ. Then rapidly changing trends and concepts of advertising, marketing, rapidly changing trends and concepts of advertising, marketing strategies, along with new age social media, which has an open and widespread reach, establishing a specialized, സ്പെഷ്യലൈസ്ഡ് ആക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചില്ലേ. ഇതൊക്കെയാണ് പബ്ലിക് റിലേഷനെ കുറച്ചുകൂടി നമ്മള് കുറച്ചുകൂടി എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ വർദ്ധിപ്പിക്കുന്നത് ഏതിലൂടെയൊക്കെയാണ്? അഡ്വർടൈസിങ്, അല്ലെ? മാർക്കറ്റിംഗ്, ദെൻ സ്ട്രാറ്റജീസ്, മാർക്കറ്റ് തന്ത്രങ്ങൾ, പുതിയ ട്രെൻഡ്സുകള്, കൺസെപ്റ്റുകള്, പരസ്യങ്ങള്, ദെൻ സോഷ്യൽ മീഡിയ, ദെൻ എന്താണ്, ഇതൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻസിൽ ഇൻക്ലൂഡ്, അതിന് സ്പെഷ്യലൈസ്ഡ് ആക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, മാസ് മീഡിയ വഴിയും പരസ്യങ്ങൾ വഴിയും, അല്ലെ? പത്രത്തിലായാലും അല്ലെങ്കിൽ ടിവിയിലെ പരസ്യങ്ങള്, പുതിയ പുതിയ തന്ത്രങ്ങള്, പുതിയ പുതിയ ട്രെൻഡ്സിലൂടെയും, അല്ലെ? ഇതൊക്കെയാണ് നമ്മള് പബ്ലിക് റിലേഷനെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആക്കുന്നത്. Then the public relation department has now become mandatory. Public relation എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ mandatory ആണെന്ന്, അല്ലെ? ആവശ്യമായിട്ടുള്ള ഒന്നാണ്. Not only does it help the hospital organization achieve its socio-economic goals, but also helps in patients' well-being, speedy recovery. അപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പബ്ലിക് റിലേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യമാണെന്ന്. എന്തുകൊണ്ടാണ് അത്യാവശ്യമാണെന്ന് പറയുന്നത്? Not only does it help hospital organization achieve its socio-economic goals, ഓർഗനൈസേഷന്റെ അതായത് ഹോസ്പിറ്റലിന്റെ സോഷ്യോ ഇക്കണോമിക് ലക്ഷ്യങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്, മറിച്ച് but also helps patients well-being, speedy recovery. പേഷ്യൻസിന് ഒരു ക്ഷേമവും സ്പീഡി റിക്കവറി, അല്ലെ? അതായത് പേഷ്യൻസിന് പെട്ടെന്ന് റിക്കവറി ആക്കാനും ഈ ഒരു പബ്ലിക് റിലേഷൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോ ഓർഗനൈസേഷന്റെ ലക്ഷ്യം മാത്രമല്ല, മറിച്ച് പേഷ്യൻസിനും അത് ഹെൽപ്ഫുൾ ആണെന്ന്. സോ അതിനാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ പബ്ലിക് റിലേഷൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, to be successful you need a well considered public relation plan. ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. കംപ്ലീറ്റ് വിത്ത് എത്തിക്കൽ അപ്രോപ്രിയേറ്റ് പ്രൂവൻ സ്ട്രാറ്റജീസ്, അല്ലേ? അപ്പൊ എന്താണ്, ഒരു ധാർമ്മികവും ഉചിതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ഒക്കെ അവിടെ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതിലൂടെ അവർക്ക് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെ? അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യൻസിന്റെ വർധനവ് സാധിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഇതിലൂടെയാണ്, പബ്ലിക് റിലേഷൻസിലൂടെയാണ്. സോ പേഷ്യൻസിന് മാത്രമല്ല ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ക്ഷേമത്തിനും പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മള് ഓൾറെഡി പബ്ലിക് റിലേഷൻസിൽ ആ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? കുറച്ച് സെന്റൻസുകൾക്ക് മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, എങ്കിലും അതിലെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾ അവിടെ പഠിച്ചത് അങ്ങനെ മീഡിയ, പ്രസ് മീറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് നമ്മൾ പബ്ലിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ എന്താണെന്ന് നോക്കിയാണോ? മനസ്സിലായില്ല അവർക്കും?
നമ്മൾ പഠിച്ചതല്ലേ, അത് തന്നെയാണ് പറയുന്നത്. സെന്റൻസുകൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ സെന്റൻസുകളൊക്കെ ആഡ് ചെയ്തു എന്ന് മാത്രം. Then ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്തില്ലേ പറഞ്ഞത്? പബ്ലിക് റിലേഷൻ include users and peer groups, outgroup. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. നോക്കാം. വീണ്ടും കൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ. വീണ്ടും പബ്ലിക് റിലേഷന്റെ കൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. നോക്കാം. Public relation is an art and counseling social science branch on organizing services on behalf of both institution and target community by doing trend analysis and estimating the result. These trends scores. Underline ചെയ്യാട്ടോ. കമ്മ്യൂണിറ്റി വരുമെന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി, അവിടെ വരുമെന്ന് അണ്ടർലൈൻ ചെയ്യാം. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് is an art and counseling social science branch on organizing services on behalf of both institution and target community. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? നോക്കാം. ഇവിടെ പറയുന്നത് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് നോക്കി, കമ്മ്യൂണിറ്റി പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ is an art and counseling, അല്ലേ? സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണെന്നത്. സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഷ്യൽ സയൻസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇഷ്ടമാണോ സോഷ്യൽ സയൻസ് സബ്ജക്ട്? ഇഷ്ടമായിരുന്നോ? ചിലവർക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയ സബ്ജക്റ്റ് ആയിരിക്കാം. ആണോ? നമ്മള് ഒരു സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബോറാണ്. കാരുണ്യക്ക് ബോറായിരുന്നോ? അതെടുക്കുന്ന ടീച്ചേഴ്സിന്റെ കുഴപ്പമായിരിക്കും കേട്ടോ. കാരുണ്യ ചില ടീച്ചേഴ്സിന്റെ ചിലപ്പോ നമുക്ക് സബ്ജക്ട് ഇഷ്ടമായിരിക്കും, പക്ഷെ ടീച്ചറിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് ഇല്ലേ? അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട്. അത് ശരിയാ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, നിങ്ങൾ ബോറാണെന്ന് പറയുന്നുണ്ടല്ലോ. ബോറാവുന്നതിന് കാരണം എന്താണ്? സബ്ജക്ട് മോശമായതുകൊണ്ടാണോ ബോറാവുന്നത്? അല്ല, അല്ലെ? ചിലപ്പോ അതെടുക്കുന്ന ടീച്ചറിന്റെ വേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഇല്ലേ? ചിലർക്ക് മാത്സ് ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ് ഇഷ്ടമാവുന്നത്? മാത്സ് ടീച്ചർ എടുക്കുന്ന സ്റ്റൈലായിരിക്കും ഇഷ്ടം. ആണോ? അങ്ങനെയാണോ? അല്ലേ? കാരുണ്യക്ക് ടീച്ചറിനെയാണ് ഇഷ്ടപ്പെടാത്തത്, സോഷ്യലാണ് ഇഷ്ടപ്പെടാത്തത്. ഓക്കെ, അപ്പൊ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് സൊസൈറ്റി ആണ്, അല്ലെ? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ദെൻ ഹ്യൂമൻ ബീയിങ്, അല്ലെ? അപ്പോ മനുഷ്യനും അവന്റെ സൊസൈറ്റിയും തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നത് സോഷ്യൽ സയൻസില്. നന്നായി ഉറങ്ങും ആ ക്ലാസ്സിൽ. ഓക്കെ, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആയിരുന്നു സോഷ്യൽ സയൻസ്. ഓക്കെ, ദെൻ സൈക്കോളജി ഇഷ്ടമാണ്, സോഷ്യൽ സയൻസ് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സമൂഹമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് സോഷ്യൽ ബ്രാഞ്ച് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? പബ്ലിക് റിലേഷൻ ആണ്, അല്ലെ? സമൂഹമായിട്ടുള്ള ഒരു റിലേഷൻ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിനാൽ നമുക്ക് പബ്ലിക് റിലേഷനെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ എന്താണ് സോഷ്യൽ സയൻസിന്റെ ഒരു ശാഖയാണെന്ന് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് സമൂഹവുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണല്ലോ കാര്യങ്ങള്. Then ഇവിടെ പറയുന്നത് organizing behalf of both institution and target community
by doing trend analysis, estimating result these trends goes. അപ്പോ സോഷ്യൽ സയൻസ് നമ്മൾ പറഞ്ഞ ഒരു ശാഖയാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഉദ്ദേശിക്കുന്നത് പുതിയ ടെക്നോളജീസും ഓരോ ദിവസം വളരും തോറും എന്താണ് പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും വരുന്നില്ലേ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു, പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു. ഏത് മേഖലയിലാണെങ്കിലും അല്ലെ, അത് ഹോസ്പിറ്റൽ എന്നല്ല അല്ലെ, ഹോസ്പിറ്റലിൽ തന്നെയല്ല പറയുന്നത്, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ഓരോ ദിവസവും കൂടുന്തോറും പുതിയ പുതിയ ട്രെൻഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് വന്നുകൊണ്ടിരിക്കുന്നു. സോ പുതിയ പുതിയ ട്രെൻഡ്സുകൾ വരുമ്പോൾ അതിന്റെ എല്ലാം അനാലിസിസ് വിശകലനമൊക്കെ നടത്തി നമ്മൾ ആ ട്രെൻഡ്സിൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്കംസ് ഉണ്ടാകോ എന്നൊക്കെ ഫലങ്ങളൊക്കെ കണക്കാക്കി നമ്മൾ ആ ഒരു സ്ഥാപനത്തിനും കമ്മ്യൂണിറ്റിക്കും വേണ്ടി സേവനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് പുതിയ പുതിയ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകളാവാം, അല്ലെങ്കിൽ പുതിയ പുതിയ അഡ്വർടൈസുകൾ കൊണ്ടുവരാം. ഈ അഡ്വർടൈസിലൂടെ നമുക്ക് ഔട്ട്കംസ് കിട്ടുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു പബ്ലിക് റിലേഷൻസിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. മീൻസ് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ജനങ്ങളെ കുറച്ചുകൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. Then public relation is a process of the profitable integration of new and continuing relation between an institution and partners. Underline ചെയ്യാട്ടോ. Public ഇതെല്ലാം പബ്ലിക് റിലേഷന്റെ ഡെഫിനിഷൻ ആണ് ഈ പറയുന്നത്. Public relation is the process of profitable integration. ഇതൊരു പ്രോസസ് ഓഫ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണെന്ന്. എങ്ങനെയാണ്? ആൻഡ് ഓൾസോ ഇന്റഗ്രേഷൻ ഓഫ് ന്യൂ ആൻഡ് കണ്ടിന്യൂയിങ് റിലേഷൻ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർട്ട്നേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സ്ഥാപനവും അതിലെ പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ അതിലെ ഇപ്പൊ സ്റ്റാഫുകളാവാം, അതിൽ വരുന്ന പങ്കാളികൾ എന്ന് വിളിക്കാം അല്ലെ. ഇപ്പൊ കസ്റ്റമേഴ്സ്, പേഷ്യൻസ് ആകാം, അവരും തമ്മിലുള്ള ഒരു സ്ഥാപനത്തിന്റെ എന്താണ് ഒരു ഇന്റഗ്രേഷൻ ആണെന്ന്. അത് പ്രോഫിറ്റബിൾ ആണ്. എങ്ങനെ പ്രോഫിറ്റബിൾ ആകുന്നത്? പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രോഫിറ്റബിൾ മീൻസ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിലെ പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് കൂടുതൽ പേഷ്യൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിനെ ആകർഷിക്കുകയാണ് ഈ പബ്ലിക് റിലേഷൻസ് വഴി ചെയ്യുന്നത്. സോ കൂടുതൽ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് പേഷ്യൻസ് ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ. ഫ്രീ സർവീസ് ഒന്നും അല്ലല്ലോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ആണോ? നമ്മൾ ചെറിയൊരു പനിയായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപയാകും നിങ്ങൾക്ക് ഏകദേശം? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പനിയായിട്ട് ഒരു പേഷ്യന്റ് പോകണമെന്നിരിക്കട്ടെ, മാക്സിമം 500-ലൊന്നും നിൽക്കില്ല. ഇപ്പോ 500-ൽ നിൽക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റലില്? ഏകദേശം അറൌണ്ട് 1000-ൽ വരും. കൺസൾട്ടന്റ് ഫീയും മെഡിസിൻസ് ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും ലാബ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 1000-ൽ നിൽക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു വരുമാനമാണ്, അവർക്ക് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ. Then and also management of all communication activities based on developing and sustaining an institution's brand and reputation. അല്ലേ, ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡും അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ പ്രശസ്തിയും വികസിപ്പിക്കുകയും അതുപോലെ തന്നെ നിലനിർത്തുകയും ഈ പബ്ലിക് റിലേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നു, അവർ ബ്രാൻഡ് ആക്കിയതിനെ മാറ്റുന്നു. പബ്ലിക് റിലേഷൻസ് ആർ managerial functions supplying in the achievement of organizational aims. Organizational ലക്ഷ്യങ്ങളെ നേടിക്കൊടുക്കുന്നു. The identification of organization mission. ഓർഗനൈസേഷന്റെ ദൗത്യങ്ങള്, then vision നേടിക്കൊടുക്കുന്നു. Facilitating organizational changes. Then public relations department develops connection between external environment and the staff of the organization. Public relations department എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ബാഹ്യ പരിസ്ഥിതിയെയും അതിലുള്ള സ്റ്റാഫുകളെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? അവരും തമ്മിൽ ഒരു കണക്ഷൻ സൃഷ്ടിക്കുന്നു. By bringing the expectation, എങ്ങനെ? By bringing expectation of community and the aim of organization into consensus and developing positive relations. അല്ലേ? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ആ ബാഹ്യ പരിസ്ഥിതിയും അതിലുള്ള സ്റ്റാഫുകളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഒന്നിപ്പിക്കുന്നു? എക്സ്പെക്ടേഷൻസ് അല്ലെ, അതായത് കമ്മ്യൂണിറ്റിയുടെ, സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് നിറവേറിക്കൊണ്ട് അതൊരു ലക്ഷ്യത്തിലോട്ട്. അപ്പൊ നമ്മള് പറയില്ലേ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും. എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചികിത്സിച്ച് ഡോക്ടറെ കണ്ട് എന്റെ രോഗം ഭേദമാകും, അതല്ലേ എല്ലാവർക്കും എക്സ്പെക്ടേഷൻ, ആണോ?
അസുഖം മാറും അല്ലെ, എനിക്ക് പഴയതുപോലെ ആകാം എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. സോ ഈ ഒരു എക്സ്പെക്ടേഷൻ അവിടെ നിന്ന് അച്ചീവ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്ര അവിടെ പറയുന്നുള്ളേ. ദെൻ അടുത്ത പാരഗ്രാഫ് നോക്കാം. Public relation encompasses and developing positive relations. പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് കൂടുതലുമായി പ്രചോദിപ്പിക്കുന്നത്. Public relations encompass users and peer groups outlook which is molded by factors like satisfaction in terms of services provided, attitudes of the hospital personnel. സമൂഹവും സ്ഥാപനവും തമ്മിൽ നല്ലൊരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻസ് വർദ്ധിപ്പിക്കുന്നു. Public relations are to develop resonance between target community and institution. Underline cheyyata sentence underline cheyidekka. Public relations are to develop resonance between target community and institution. എന്ത് resonance വെച്ചാൽ മലയാളത്തിൽ പ്രോപ്പർ മലയാളത്തിൽ ഒരു വേർഡ് പറയുന്നതിനെ എന്താണെന്ന് അറിയാമോ? അനുരണനം എന്ന് പറയും. മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ? മലയാളം പഠിച്ചിട്ടാണെങ്കിൽ അതായത് സംയോജിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പറയില്ലേ. അതായത് സമൂഹവും സ്ഥാപനവും തമ്മിൽ ഒരു സംയോജിപ്പിച്ച് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് വരുന്നതാണല്ലോ. സോ സമൂഹവും ദെൻ ആ ഒരു സ്ഥാപനവും തമ്മിൽ ഒരു ഇന്റഗ്രേറ്റഡ് ആക്കുന്നു, അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യിക്കുന്നു. ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെ, ഏത് രീതിയിലും വേണമെങ്കിൽ പറയാം കേട്ടോ. ദെൻ പബ്ലിക് റിലേഷൻസ് are to develop resources between target community and institution and to plan and maintain effort to keep this nonsense. Public relation is the management function, supply, development and maintenance of relation based on benefits and mutual communication between institution and target communities, which play a fundamental role in the success and failure of an institution. ഒരു സ്ഥാപനത്തിന്റെ സക്സസ് ആയാലും ഫെയിലിയർ ആണെങ്കിലും, ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിലും അതുപോലെ തന്നെ ഫെയിലിയർ ആണെങ്കിലും തകർച്ചയിലും അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ പങ്കുവഹിക്കുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു റെപ്യൂട്ടേഷൻ കൂട്ടാനാണെങ്കിലും ചിലപ്പോൾ ഫെയിലിയറും സംഭവിക്കാം. രണ്ടിലും പബ്ലിക് റിലേഷൻ പ്രാധാന്യം അർഹിക്കുന്നു. ടാർഗറ്റ് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള, അതായത് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ആ ഒരു ആശയ കമ്മ്യൂണിറ്റികളുടെ ഒരു വികസനം നൽകുന്നുണ്ട്. കുറച്ചും കൂടി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും സമ്മതിക്കും. മീൻസ് പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും അവിടെ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് പബ്ലിക് റിലേഷൻ ആണെന്ന്. ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ സക്സസ്ഫുൾ ആകാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? Public relation is an art and counseling social science branch organizing services on behalf of both institution and target community. അതാണ് നമ്മൾ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തത്. Then second one ഏതായിരുന്നു? സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞായിരുന്നു ടീച്ചർ പബ്ലിക് റിലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ്, അത് പറഞ്ഞോ അണ്ടർലൈൻ ചെയ്യാൻ? is a process of, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ വായിച്ചത് വായിച്ചു, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? പബ്ലിക് റിലേഷൻസ് ആർ ടു ഡെവലപ്പ് അല്ലെ. ഓക്കെ, പബ്ലിക് റിലേഷൻസ് ആർ ടു ഡെവലപ്പ് resonance between target community and institution. അത്രയും മതി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ മതി. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ നിങ്ങൾ. ബാക്കി നിങ്ങൾ വായിച്ച് സ്വയം മനസ്സിലാക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കൺസെപ്റ്റ് ആണ്, വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? പബ്ലിക് റിലേഷൻ ഓക്കെയാണോ? നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഡെഫിനേഷൻ ആണ് ഈ പറയുന്നത്. ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാരഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. നോക്കാം. പബ്ലിക് റിലേഷൻസ് ആർ managerial function supplying the achievement of organizational aim, the identification of organization mission and vision, facilitating organizational change. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. പബ്ലിക് റിലേഷൻസ് ആർ, അതായത് ഓർഗനൈസേഷൻ, സെയിം സെന്റൻസ് തന്നെയാണ് കേട്ടത്. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ ദൗത്യം തിരിച്ചറിയാനും സംഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ, ചേഞ്ചസിനെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് കുഴപ്പമില്ല. ഡെഫിനേഷൻസിൽ ഇതുവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പബ്ലിക് റിലേഷൻസ് ആർ managerial function supplying achievement of organizational aim, identification of organization mission and vision, facilitating organizational change. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Okay. The public relation department develops the connection between external environment and staff of organization by bringing expectation of community and aims the organization into consents and developing positive relations. വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ പറയുന്നത്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സെയിം തന്നെയാണ് അല്ലെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റും അതുപോലെ സ്റ്റാഫുകളും തമ്മിൽ റിലേറ്റഡ് ആണെന്ന്. ഓക്കെ, വായിച്ചു നോക്കിയ ഡെഫിനേഷൻ പറഞ്ഞത് തന്നെയാണ് അവര് വീണ്ടും ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. എഴുതി വെച്ചോ, സോറി, വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അത്. നെക്സ്റ്റ് വൺ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണോ? യെസ്. ഓക്കെ, നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് എ ഫ്രഷ് കൺസെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഒരു പുതിയൊരു ആശയമാണ്. From the recent rapid economic development and establishment of public relation programs and specialty personnel into many sectors, we can obtain that it has earned an important place in the hospital setup. എന്താണ് പറയുന്നത്? റീസെന്റ് ആയിട്ടുള്ള റാപ്പിഡ് എക്കണോമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ പ്രോഗ്രാംസും അങ്ങനെയുള്ള പബ്ലിക് റിലേഷൻസ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് എയിം ചെയ്യാനും മറ്റും പബ്ലിക് റിലേഷൻ ആവശ്യമാണെന്ന് അല്ലെ നമ്മൾ പറഞ്ഞു. പുതിയ പുതിയ പ്രോഗ്രാംസുകൾ കൊണ്ടുവരാനും അതിലൂടെ പ്രോഫിറ്റ് എയിം ചെയ്യാനും നമ്മളെ പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. The importance of it correlates with the high inventory cost investment, providing best services at affordable rate, growing criticism, media attention, dealing with consumer protection groups, expectations of people, ensuring smooth and comprehensive management organization. At the same time, creating a positive and favorable image brand value. എന്തൊക്കെയാണ് പബ്ലിക് റിലേഷൻസിന്റെ ഉള്ളിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് കുറേ എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ഇറ്റ് കോറിലേറ്റ്സ് വിത്ത് ദ ഹൈ ഇൻവെന്ററി കോസ്റ്റ് അല്ലേ, അതായത് ഉയർന്ന ഒരു ഇൻവെന്ററി ചിലവ്, അതുപോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള സേവനങ്ങള്, ഗ്രോവിംഗ് ക്രിറ്റിസിസം അല്ലെ, നമ്മൾ വളരുന്ന വിമർശനങ്ങളും, അതുപോലെ തന്നെ മീഡിയ അറ്റൻഷൻ, ഡീലിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകള്, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസ്,
കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ, ദെൻ പോസിറ്റീവ് ഫേവറബിൾ ഒരു ഇമേജ് ബ്രാൻഡ് തന്നെ നമുക്ക് നിർമ്മിക്കാനും ഈ ഒരു പബ്ലിക് റിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെല്ലാം പബ്ലിക് റിലേഷൻ ആവശ്യമാണെന്ന്. മീഡിയ ആയിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ട്രീറ്റ്മെന്റ് മറ്റുള്ളവരുടെ പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നതെന്ന് അറിയിക്കുക അല്ലെ. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം വേണമെങ്കിൽ പബ്ലിക് റിലേഷൻ വേണം. ഇതിലൂടെ നമുക്ക് ഈ മാസ് മീഡിയയിൽ അല്ലെങ്കിൽ ഇമേജ് സൃഷ്ടിക്കാനും സാധിക്കുകയുള്ളൂ. The public relation department has to specifically ensure positive mouth-to-mouth publicity. അല്ലേ, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നത് എങ്ങനെയാ? മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുക എങ്ങനെയാ കൊടുക്കുന്നത്? നമ്മള് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചാപ്റ്റർ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കാരണം ഓർമ്മ വന്നു, ബാക്കിയുള്ളവർക്കൊന്നും ഓർമ്മ വന്നില്ല. അതിൽ നമ്മള് വേൾഡ് മൗത്ത് സ്റ്റാൻഡേർഡിന് പഠിച്ച ഒരു സെന്റൻസ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർക്കുന്നുണ്ടോ? വേൾഡ് മൗത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് പഠിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വേൾഡ് മൗത്ത് സ്റ്റാൻഡേർഡ് എന്നോട് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു അനുഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ സജസ്റ്റ് ചെയ്യുന്നു? വേൾഡ് മൗത്ത് ആണ് അല്ലെ. ഓറയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലെറ്ററായിട്ടാണ് ചെയ്യുന്നത് അല്ല അല്ലെ. നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ പറയും. നമ്മുടെ ആ ഒരു ഫേസിലുള്ള എക്സ്പ്രഷൻ തന്നെ അതിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ. സോ ഇവിടെ പറയുന്നത് ഇതുപോലെ ഒരു പോസിറ്റീവ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻസിലൂടെ കൊടുക്കുന്നത്. Then image created in minds of community regarding quality of services, satisfaction from services provided, and communication regarding maintaining a dedicated staff, achieving a sustainable economic growth within available resources. കണ്ടോ, നമ്മള് സർവീസസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? കമ്മ്യൂണിറ്റിക്കും ക്വാളിറ്റിയുള്ള സർവീസസും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഫ്രം സർവീസസ്, സേവനങ്ങളിൽ നിന്ന് നമുക്കൊരു സംതൃപ്തി ലഭിക്കുന്നു. Then communication, maintaining dedicated ആയിട്ടുള്ള ഗുണബോധമുള്ള സ്റ്റാഫുകള്, then economic growth, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വഴി പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അതൊരു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നു. Image created resources, then rapidly changing trends and concepts of advertising, marketing strategies, along with the new age social media, which has an open and widespread reach. Establishing specialized public relation department has now become mandatory. പുതിയതായിട്ട് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്തെടുക്കുന്ന പുതിയ ട്രെൻഡ്സുകളും കൺസെപ്റ്റ്സുകളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് now become mandatory. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. ഓക്കെ, വായിച്ചു നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞോ? ഇതില്ല പറഞ്ഞിട്ടില്ല? ഓക്കെ പറയാട്ടോ.
ഫസ്റ്റ് ലൈൻ അങ്ങനെ അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. പബ്ലിക് റിലേഷൻ ഇസ് എ ഫ്രഷ് കൺസെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പുതിയൊരു ആശയം എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? Then നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ബാക്കി കൂടുതലും എക്സാമ്പിൾസ് അല്ലെ പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ആയിട്ടേ. അപ്പൊ വേറെ ഒന്നും അറിയപ്പെടുത്തണ്ട കേട്ടോ. അത് മാത്രം നോക്കാം. എക്സാമ്പിൾസ് ആയിട്ടാണ് കുറെ പോയിന്റ്സുകൾ പറഞ്ഞിരിക്കുന്നത്. Okay, then next one, responsibilities of public relation department in a hospital. ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കിയാണ് പോയിന്റ് ഔട്ട് തന്നിരിക്കുകയാണ്. സോ ഇത് കംപ്ലീറ്റ് നിങ്ങൾ പോയി ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയണില്ല. നിങ്ങളുടേതായ രീതിയിലോട്ട് അതിനെ മനസ്സിലാക്കി പഠിക്കാം ഓരോ പോയിന്റ്. ഓക്കെ, ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ എക്സാമിന്. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? അപ്പൊ ഇത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അതിനുള്ളിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കി പഠിക്കാം. ടീച്ചർ എടുക്കുന്നത് പോലെ മനസ്സിലാക്കി സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നോക്കാം. Promotions of the health organizations and implementations of hospitals' marketing programs that are related to overall mission and vision of the hospital also manage improve the flow of information within the hospital and between hospital and community it serves. നോക്കാം. ഇവിടെ പറയുന്നത് മെയിൻ ആയിട്ടും എന്താണ്? പ്രൊമോഷൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ ഇതെല്ലാം നടപ്പാക്കുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുന്ന സേവനങ്ങൾ, അതായത് കുറെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിന്റെ ആ ഒരു ഫ്ലോ ഒക്കെ ഒന്ന് കൺട്രോൾ മാനേജ് ചെയ്യുകയാണ്. അതായത് ഇതുപോലെ ഒത്തിരി അന്വേഷണങ്ങളും അല്ലെങ്കിൽ മീഡിയ വഴിയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരും ഇൻഫോർമേഷൻസ്, അതിനെല്ലാം മാനേജ് ചെയ്യുക. ദെൻ ആ ഒരു മീൻസ് അതിനെയൊക്കെ നിയന്ത്രിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് മെയിൻ ആയിട്ട് പറയുന്നത്. പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ നടപ്പാക്കുക. ദെൻ ഹോസ്പിറ്റലിന്റെ മിഷൻ ആൻഡ് വിഷൻ ഒക്കെ നടത്തുക, പ്രവൃത്തികളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വിവരങ്ങളുടെ ഇൻഫോർമേഷൻസിന്റെ ഒരു ഫ്ലോ, ഒരുപാട് ഇൻഫോർമേഷൻ കൂടിയൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യും. ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ് മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത്. Then second point നോക്കാം. The public relations department is responsible for community relations, hospital public relations, media relations, special events and support for fundraising. ഇതിലൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റിലേഷൻസിലാണ് ഹോസ്പിറ്റൽ പബ്ലിക്കേഷൻസ്, മീഡിയ റിലേഷൻസ്, മീഡിയപരമായിട്ടുള്ള റിലേഷൻസുകൾ, ഫണ്ട് റൈസിംഗ്, അതായത് ധനസമാഹരണത്തിനുള്ള പരിപാടികളിലും ഇതെല്ലാം റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? അത് അതുപോലെ തന്നെ പഠിച്ചാൽ മതി. അതിന് വേറെ ഷോർട്ട് ആക്കാനായിട്ടൊന്നും ഇല്ല അല്ലേ? മൂന്നാമത്തെ പോയിന്റ് നോക്കാം. To develop and maintain good relation with media and communicate with the press. പ്രസ്സും മീഡിയയുമായിട്ട് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്ന നല്ലൊരു റിലേഷൻ. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റീസ്. ആ 3 നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. 3 പോയിന്റ് വായിച്ചു നോക്കാം. Okay. Then next point നോക്കാം. Writing and distributing news releases.
നമ്മളത് പബ്ലിക് റിലേഷൻസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പോയിന്റ് ശ്രദ്ധിക്കാം. റൈറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് റിലീസസ്, ഫ്യൂച്ചർ ആർട്ടിക്കിൾസ് ടു ദ പ്രസ്, compiling press list, writing newsletters, handling and maintaining media information services. Okay, നമ്മൾ പ്രസ് റിലീസിനായിട്ടുള്ള ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കാൻ, ന്യൂസ് ഒക്കെ എഴുതുക, അത് എഡിറ്റ് ചെയ്യലും പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പബ്ലിക് റിലേഷൻസ് പഠിച്ചിട്ടുണ്ട് നമ്മള്. ഓക്കെ, then arranging press, radio and television interviews for management, prepare marketing plans for various programs and strategies, promotional and marketing efforts. Okay, അപ്പോൾ പ്രസിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, റേഡിയോ ടെലിവിഷൻ ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. Then help management to keep in touch with public activity, solicit both employee and consumer opinion, and make management aware of if its various decisions will have on employee and consumers. എന്താണ് പറയുന്നത്? പൊതുജനങ്ങളുമായിട്ടൊക്കെ ഒരു കീപ്പ് ഇൻ ടച്ച് എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാണ്, പബ്ലിക്കുമായിട്ടൊരു ടച്ച് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ആക്റ്റീവ്ലി സോളിസിറ്റേഴ്സിനുള്ള അഭ്യർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും, അങ്ങനെ ജീവനക്കാരുടെയും ഉപഭോക്താവിന്റെയും അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുക. തീരുമാനങ്ങൾക്ക് ഉപഭോക്താക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാം. അതിന്റെ എഫേർട്സ്, മാർക്കറ്റിംഗ് എഫേർട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൺസ്യൂമറുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇഫക്ട്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ അവരോടുമായിട്ട് ഡീൽ ചെയ്യുകയാണ്. മീൻസ് പബ്ലിക്കായിട്ടൊരു ടച്ച് ഉണ്ടായിരിക്കുക. അനാലിസിസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, വിശകലനം ചെയ്യുക, പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. ലാസ്റ്റ് വൺ, പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിറ്റി അഫയേഴ്സ് ദാറ്റ് ഹാവ് ബിയറിംഗ് ഓൺ വെൽബീയിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനും അതുപോലെ വെൽബീയിങ്, സാമൂഹ്യ സേവനത്തിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഓക്കെ, ഇത്രയുമാണ് ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് നന്നായിട്ട് വായിക്കാം. പോയിന്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കാം. ഒരിക്കലും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തില്ല അത്. ഓക്കെ, അപ്പോ എടുത്ത അത്രയും ക്ലിയർ ആണോ? ഇതിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആണ് കേട്ടോ. ദെൻ പബ്ലിക് റിലേഷൻ ആൻഡ് ഗസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നമ്മൾ എടുത്തത്. അപ്പൊ അതിലുള്ള പബ്ലിക് റിലേഷൻ ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഗസ്റ്റ് റിലേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? നിങ്ങൾക്ക് സംസാരിക്കാട്ടോ? ഇപ്പോ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ ആണോ? കുറച്ച് അല്ലെ ഡിപ്ലോമയെന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളതാണ് പി ജി എന്ന് മനസ്സിലായി കാണും അല്ലെ? നമ്മൾ ആ ഒരു നെക്സ്റ്റ് അടുത്തൊരു ഗ്രേഡിലോട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത് അല്ലെ? അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും പഠനത്തിലും എഫേർട്ട് കൂടുതൽ എടുക്കണം. എഫേർട്ട് എടുക്കുന്നുണ്ടോ? എന്നിട്ട് എടുക്കുന്നുണ്ടോ? ആരും എടുക്കണില്ല? ഇങ്ങനെയാണോ? നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. കാരണം നമ്മള് ഡിപ്ലോമ അവതയിലും കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുണ്ട് കൂടുതലായിട്ട് അല്ലെ? നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെറിയൊരു പോയിന്റ് ആണെങ്കിൽ ഇവിടെ അത് കുറച്ചും കൂടി കുറച്ചും കൂടി നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? കാരണം സ്കൂളിലുള്ള കാര്യം സിമ്പിൾ ആണെങ്കിലും അതിന് ഒരുപാട് എഴുതിയിട്ടുണ്ട്. എങ്കിലും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും മാക്സിമം നമ്മള് ഈ ഒരു രീതിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. കാരണം എക്സാമ്പിൾ വെച്ച് പറഞ്ഞ ചില ടോപ്പിക്കുകൾ അങ്ങനെയാണ്, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ ചില ടോപ്പിക് ഒക്കെ ആണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ എക്സാമ്പിൾ ഒക്കെ വെച്ച് മാക്സിമം ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാറുണ്ട് അല്ലെ? പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എക്സാമ്പിൾ ഒന്നും നടത്താൻ പറ്റില്ല. ഓക്കെ, ദെൻ നോക്കുക, നന്നായിട്ട് വായിക്കാം, മാക്സിമം ഡെയിലി വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഫോളോ ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.